ഹായ്, എല്ലാവർക്കും പുതിയ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് വന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാസി പോകുന്ന റൂട്ടിൽ തന്നെയാണ്. നമ്മുടെ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അവിടെയാണ് കൂടുതലും നമ്മൾ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ അവിടേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ പോകാം നമുക്ക് ആ കാഴ്ചയിലേക്ക്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ് ഈ ചെങ്കോട്ട തെങ്കാസി പോകുന്ന റൂട്ട്. അവിടെ നിന്നും ഒരു 6 കിലോമീറ്റർ പോകുമ്പോൾ അവിടെയാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന ആ സ്ഥലം ഉള്ളത്. അവിടെയാണ് ഈ കൂടുതലും ഈ നമ്മുടെ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ 3-4 ഏക്കർ കണക്കിന് ഇങ്ങനെ കൃഷി ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്താണ് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് കയറുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഇതെല്ലാം ചെയ്യാം. പിന്നെ കൂടുതലും ഇഷ്ടം പോലെ പൂക്കളും ഉണ്ട്. കുറേയൊക്കെ വിരിഞ്ഞ് പോയതുണ്ട്, പിന്നെ വിരിയാറുള്ളതുണ്ട്. അങ്ങനെ പല പല സൈസ് ചെടികളിങ്ങനെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓണം ആഘോഷിക്കാം തമിഴ്നാടൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒന്ന് സ്ഥലവും കൂടെ കയറി കണ്ടിട്ട് പോകുന്നത് നല്ലതാണ്. കുട്ടികളെ കൊണ്ടുവന്ന കുറേ സമയം സ്പെൻഡ് ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയയും കൂടെയാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന ആ കൊച്ചു ഗ്രാമം. ഇവിടെ സൂര്യകാന്തി പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നോണം. ഇത് തൊട്ടടുത്ത് ഇനിയും പിന്നെ ഒരു കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഒരു പഴയ ചെടികളെല്ലാം വെട്ടി നിരത്തിയിട്ട് അതിനെ ട്രാക്ടർ വെച്ച് ഇളക്കി മണ്ണൊക്കെ ഇളക്കി ഇട്ടേക്കുന്ന കാഴ്ചയുമുണ്ട്. അതിലിനി പുതിയതായിട്ട് ഒരു വിത്ത് വയ്ക്കാനായിരിക്കാം ചെടി വയ്ക്കുന്ന ഒരു സംവിധാനമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇവിടെ ഈ സൂര്യകാന്തി പൂക്കൾ സീസണാണെന്നോണം. ഇപ്പോൾ മാത്രമല്ല, എല്ലാ സമയവും ഇവിടെ കൃഷി ഉണ്ടായിരിക്കും. ഇപ്പോൾ തൊട്ടടുത്ത പാടങ്ങളെല്ലാം ഇതേപോലെ കൃഷിക്ക് വേണ്ടി റെഡിയാക്കി ഇട്ടിട്ടുമുണ്ട് അവർ. മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലോട്ടാണ് ഈ കാണുന്ന പാടം. അവിടെ അവർ ആ ഒരു ചെറിയ ബോർഡൊക്കെ എഴുതി വച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ നമ്മൾ അത്യാവശ്യം വരുന്നവർക്ക് കാണാം, ഒരു കുഞ്ഞു മൺപാത വഴി ഇറങ്ങിയാണ് ഈ സൂര്യകാന്തി പാടത്തേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു എൻട്രി ഫീസ് കൊടുക്കേണ്ടത് വരും. സമയം പറഞ്ഞിരിക്കുന്നത് 5 മണി വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 5 മണി വരെ സമയമുള്ളൂ. അപ്പോൾ ഓണാഘോഷം തമിഴ്നാട് വല്ലതും വരുന്നവരുണ്ടെങ്കിൽ സുന്ദരപാണ്ഡിപുരം എന്നാണ് ഈ സൂര്യകാന്തി പൂക്കൾ കൂടെ വന്ന് കാണുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.